വെൽക്കം ടു സുധാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു പോഹ ബൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ ടേസ്റ്റിയാണ്. ഇതൊരു സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു കപ്പ് റവ, ഏത് കപ്പാണ് അവരെടുക്കണം ആ കപ്പിൽ റവ എടുത്ത് നല്ലോണം 3-4 പ്രാവശ്യം കഴുകുക. കഴിഞ്ഞിട്ട് വെള്ളം ഊറ്റി കഴിയുമ്പോഴേക്കും അത് നല്ലോണം കുതിർന്നിട്ടുണ്ടാവും. അതിലേക്ക് ആ കപ്പിൻ്റെ 1/3 ഭാഗം റവ ചേർക്കുക. കൂടെ തന്നെ ഒരു അരക്കപ്പ് നല്ല തൈര്, അരക്കപ്പ് മതി കേട്ടോ, പുളിയില്ലാത്ത കുറച്ച് തൈര് അതിനെ ആഡ് ചെയ്തിട്ട് ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില മാത്രം ഇട്ടിട്ട് നമ്മളതിനെ ചെറിയ പരത്തി ചെറിയ ഒരു കട്ട്ലേറ്റ് ഷേപ്പിലൊരു ഉണ്ടയാക്കിയിട്ട് നമ്മളതിനെ പരത്തുക. ഇങ്ങനെ പരത്തുക. അത്ര വലുതായിരിക്കും, നമ്മുടെ വായിൽ കൊള്ളുന്നത്ര ഗ്യാപ്പിൽ. എന്നിട്ട് അതിനിങ്ങനെ മുഴുവനെല്ലാം പരത്തിയെടുത്ത ശേഷം എനിക്ക് തോന്നുന്നു ഒരു 10-15 കിട്ടും ആ ഒരു കപ്പിൽ. എന്നിട്ട് നമ്മളതിനെ ആവി കയറ്റുക. ഇഡ്ഡലി ചെമ്പിലോ സ്റ്റീമറിലോ വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റുക. ആവി കയറ്റിയ ശേഷമാണ് ഇനി പണി. ഇനി കടുക് എണ്ണ വെച്ചിട്ട് എണ്ണ ഒഴിക്കുക, എന്തെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് കടുക് ജീരകം ആഡ് ചെയ്യുക, കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് വെള്ള എള്ള് അതിങ്ങനെ മുകളിലിങ്ങനെ കാണുമ്പോൾ നന്നായിരിക്കും. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. എന്നിട്ട് ആ എണ്ണയിൽ ഇതൊക്കെ കിടന്ന് നന്നായി നിങ്ങൾക്ക് വേണമെങ്കിൽ കായം ഇടാം, ഞാൻ കായം ഇട്ടിട്ടില്ല. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അത് നമ്മളുടെ നല്ല പോഹ പലഹാരമായി. പോഹ എന്ന് പറയുന്ന അവിലുകൊണ്ടാണ് കേട്ടോ. അവിലും കുറച്ച് റവയും കൂടി ചേർന്നിട്ടുള്ള ഈ പലഹാരം അതിരുചികരമാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.